വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണെന്നാണ് ഊപ്പർ വിചാരം. മുഖ്യമന്ത്രി ആയിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇങ്ങനെ പറയാമെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കളവേ പറഞ്ഞു തോന്നി. ഇതുപോലെ കളവ് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇതിനു മുമ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 70 ദിവസമേ ആയിട്ടുള്ളൂ. 70 ദിവസത്തെ മുഖ്യമന്ത്രി എത്ര കളവാ പറഞ്ഞു? ദിവസം കളവ് പറയും. പ്രതിപക്ഷ നേതാവുമ്പോൾ എല്ലാ ദിവസവും കളവാണ്. കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ എപ്പോട്ടെ പ്രതിപക്ഷ നേതാവിന്റെ കളവ്. ഇതിപ്പോ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ കളവായി. മുഖ്യമന്ത്രി എന്താ പറയുന്നത്? പ്രളയം കൊണ്ട് ചെറിയ പ്രളയം. നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ 18-19 പ്രളയത്തില് 15 ലക്ഷം മനുഷ്യരെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത്. എത്ര? 15 ലക്ഷം. ഇപ്പോഴാകെ 13,000. അന്ന് 15 ലക്ഷം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്കെല്ലാം വസ്ത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാ സാധന സാമഗ്രികളും അവർക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഗവൺമെന്റ് എത്തിച്ചതല്ല. സഖാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയും, ഇന്ന സാധനങ്ങൾ വേണം. അപ്പോഴേക്ക് ആ സാധനങ്ങൾ മുഴുവൻ തിരുവനന്തപുരത്ത് അവിടെ സോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളാണ്. മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും രാപകലില്ലാതെ രാവിലെ മുതൽ രാത്രി വരെ, അർദ്ധരാത്രി വരെ ആ കുട്ടികളാണ് ലോഡിയിൽ ലോഡ് ചെയ്ത് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഓരോ ക്യാമ്പിലേക്കും അയച്ചത്. എവിടെയും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ മെലിഞ്ഞാന്ന് കോഴിക്കോട് പോയി. കോഴിക്കോട് ക്യാമ്പ് പോയി നോക്കിയപ്പോൾ കിടക്കാൻ സൗകര്യമില്ല. സ്ഥലമുണ്ട്, പക്ഷേ ഒരു മന്ത്രിപ്പായ പോലും ഇല്ല. ഒരു പായ വേണ്ട, അതുമില്ല. 2-3 ആളുകൾ ഒരു പായയിൽ കിടക്കുക. അവർക്ക് പല്ല് തേക്കുന്നതിന് ബ്രഷിന്റെ അല്ലെങ്കിൽ പേസ്റ്റിന്റെ കുളിക്കാൻ എന്തെങ്കിലും സൗകര്യം ഒന്നുമില്ല. അതില്ല എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി ഒന്നും പ്രതികരിച്ചില്ല. ആദ്യം 5ാമത്തെ ദിവസമാണ് പത്രസമ്മേളനം നടത്തിയത്. 5 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവിന് അസുഖം വന്നപ്പോ ഹെലികോപ്റ്ററിൽ പോയി ഭാര്യാപിതാവിനെ കണ്ടു. പത്രക്കാരൻ അതും 2 പ്രാവശ്യം പോയേ. ഒരു പ്രാവശ്യം ഹെലികോപ്റ്റർ പോയി, അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, കാലാവസ്ഥ മോശം. തിരിച്ച് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി. പിന്നെ അവിടുന്ന് 12:30 വീണ്ടും പുറപ്പെട്ട് വീണ്ടും ഇറങ്ങി അവിടുന്ന് ഭാര്യാപിതാവിനെ കണ്ട് വീട്ടിൽ പോയി. അപ്പോ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രഹസ്യയാത്ര നടത്തിയല്ലോ, ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, എനിക്കൊരു ഇൻവെസ്റ്ററെ കാണാനുണ്ടായിരുന്നു, നിക്ഷേപകനെ കാണാനുണ്ടായിരുന്നു. കുടുങ്ങി. പത്രക്കാർ ചോദിച്ചു, അതേതാ നിക്ഷേപകൻ? അത് പറയില്ല. ആരാണ് ഈ സംരംഭകൻ എന്ന് പറയണ്ടേ? പറയില്ല. അങ്ങനെ ഒരു സംരംഭകരെയും കണ്ടതിന്റെ ഒരു തെളിവുമില്ല. കാരണം പോലീസ് റെക്കോർഡിലൊന്നും അന്ന് പോലെ ആരെങ്കിലുമായി കണ്ടു എന്നുള്ളതിന് ഒരു തെളിവും അവരുടെ റെക്കോർഡിലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പത്രക്കാർ കുത്തി ചോദിച്ചു. ചോദിക്കുമ്പോൾ നീ ദേശാഭിമാനിയാണ്, നീ കൈരളിയാണ്, നീ ഞങ്ങളെ കടക്കാൻ വരികയാണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവർക്കെതിരായിട്ടുള്ള വലിയ രീതി. അപ്പൊ ആരോ ചോദിച്ചു, നിങ്ങൾ അന്ന് പോയിട്ട് വിരുന്നുണ്ടല്ലോ, വലിയ വിഭവമായിരുന്നു. ദേശാഭിമാനി ആ വിഭവം മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ദേശം മുഴുവൻ വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണത്തിന്റെ മുമ്പിലിരിക്കുന്ന വി ഡി സതീശൻ. അപ്പോൾ വി ഡി സതീശൻ പറയാണ്, പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഞാനന്ന് 3 മണിക്കാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? എന്താ ചോദ്യം? ഇയാൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പത്രക്കാർക്ക് എന്താ, നമുക്കെന്താ പ്രശ്നം? ഗവൺമെന്റ് ചെലവിൽ ഭാര്യാപിതാവിന്റെ അസുഖം അന്വേഷിക്കാൻ പോയ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയുന്നതിന് പകരം സംരംഭകരെ കാണാൻ പോയി എന്ന് കളവ് പറഞ്ഞ വി ഡി സതീശന്റെ കളവ് പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വന്നപ്പോ അതിന്റെ മേലെ ഉത്തരം പറയാനില്ലാതപ്പോ കൊഞ്ഞനുണ്ടാക്കി. ഇപ്പൊ വീണ്ടും അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്, കളവ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞത് ഇൻവെസ്റ്റർ അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്നെ, അതിന്റെ ഭാഗമായിട്ട് പോയതാണെന്നാണ്. ഇപ്പൊ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു, അവരെ കാണാൻ പോയതാണ്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി തിരിച്ചും പറയാനും എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് പറഞ്ഞാൽ പോലെ. എന്റെ ഭാര്യാപിതാവിന് അസുഖം മൂർച്ഛിച്ചു, അവരെ കാണാൻ വേണ്ടി ഞാൻ പോയി. വീട്ടിൽ എത്രയോ ലക്ഷം ഉറുപ്പിക ചെലവായിട്ടുണ്ട്. അത് മര്യാദ അനുസരിച്ച് അദ്ദേഹത്തിന് വേണമെന്ന് പറയാൻ ഞാനത് സ്വന്തമായിട്ട് എടുത്തോളാം. ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പോയത്.
അതെങ്കിലും പറയാൻ മാന്യത കാണിക്കണ്ടേ? അതല്ലേ കാണിക്കേണ്ടത്? അതിന്റെ ചാർജ് ഞാൻ തന്നെ എടുക്കുമെന്ന് പറയണ്ടേ? അതിന് പകരം ഗവൺമെന്റ് ചെലവ് പോവുകയും വേണം, എന്നിട്ട് കളവ് പറയുകയും വേണം. ആ കളവാണ് ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി പോയി എന്ന് അവിടെ അവര് കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇന്നും ചോദിച്ചു. ആരാണത്? അപ്പൊ ഒരു ചിലത് രഹസ്യമായിട്ട് കാണേണ്ടി വരും. എന്തൊരു കാര്യം! ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് രഹസ്യമായിട്ട് കാര്യം എന്താ? എന്ത് കാര്യ? മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് മംഗലാപുരത്ത് പോയത് രഹസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് അദാനിയുടെ ആളെയും കൂട്ടി അവിടെ പോയത് എന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഓരോരോ കളവ്, ഓരോരോ അർത്ഥസത്യങ്ങള് ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞ് പഠിച്ചു പോയിരിക്കുകയാണ്. അതേപോലെ കേബിളുകളെല്ലാം വളരെ സുഭിക്ഷമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ കാറിൽ ഇരുന്നുകൊണ്ട് വാർത്ത കാണുകയായിരുന്നു. ആ വാർത്ത കൃത്യമായിട്ട് ഒരു ഗവൺമെന്റ് LP സ്കൂൾ, ആ ഗവൺമെന്റ് LP സ്കൂൾ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ റിപ്പോർട്ടർ ചാനലുകാരൻ പോയി. അവിടെ കുറെ ആളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, അവരോട് മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ചോദിച്ചു എന്താണ് സ്ഥിതി? അവർ പറഞ്ഞു ഇന്നലെയേ പറഞ്ഞാണ്, ഇന്നലെയും ഒന്നും കിട്ടിയില്ല, കുട്ടികൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് രാവിലെയും ഒന്നും കിട്ടിയില്ല, ഇപ്പോൾ 2:15 2 മണി, ഉച്ചക്ക് 2:15 മണിയായി, ഇപ്പോഴും ഭക്ഷണം കിട്ടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ക്യാമ്പിന്റെ അവസ്ഥ. അവിടെ 150ഓളം ആളുകളുണ്ട്. അവിടെ ചെറിയ കുട്ടികളുണ്ട്. കുട്ടികളിങ്ങനെ അവരുടെ വിശക്കുണ്ട്. അപ്പൊ ആരൊക്കെയോ വാങ്ങിക്കൊണ്ട് കൊടുത്ത കുറച്ച് റൊട്ടിയും നേന്ത്രപ്പഴമൊക്കെ കഴിച്ചിട്ടാണ് രാവിലെ വിശപ്പടക്കിയത് ഈ കുട്ടികൾ. പിന്നെ പണം സ്വന്തമായിട്ട് കൊടുത്ത് അവർ പോയി സാധനം വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഔദ്യോഗികമായിട്ടൊന്നും ചെയ്തില്ല. മുമ്പ് ഇങ്ങനെയായിരുന്നോ ഏതെങ്കിലും ക്യാമ്പ്? 2018 2019 ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഏതെങ്കിലും ക്യാമ്പിൽ ഇങ്ങനെ ഉണ്ടായോ? നിങ്ങൾക്ക് യാതൊരു ഗൗരവവുമില്ല. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളാണ് ചേർത്ത് മുന്നോട്ടേ കൊണ്ടുപോകേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ധാരണയില്ല. അതിന്റെല്ലാം ഫലമായിട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ ഒരഴകുഴമ്പ് രീതിയിൽ കൈകാര്യം ചെയ്ത് പത്രക്കാരോട് മാത്രം പറഞ്ഞ് കുറച്ച് ഫോൺ കോൾ കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒപ്പം നിൽക്കണം, അതിന്റെ ഭാഗമായിട്ട് നിൽക്കണം. ആരൊക്കെ ചേർത്ത് മുന്നോട്ടേ കൊണ്ടുപോകണമോ അവരെല്ലാം ചേർത്ത് മുന്നോട്ടേ കൊണ്ടുപോകണം. അതിന് സാധിക്കുന്നില്ല. 70 ദിവസം മാത്രം പ്രായമായി ഗവൺമെന്റ് ഗൗരവതരമായ സങ്കീർണമായ പ്രശ്നം വരുമ്പോൾ എങ്ങനെയാണ് പതറിപ്പോകുന്നത്, എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ നിസ്സഹമായി പോകുന്നത്, നിസ്സഹായതയുടെ കൃത്യമായ പര്യായമായത് എന്നവർ മനസ്സിലാക്കണം. ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു, ഞാൻ പോയ ഇന്നിപ്പോ പോയ എല്ലാ ക്യാമ്പിലും നമ്മുടെ പാർട്ടി സഹാക്കൾ ഞാൻ മുഴുവൻ എല്ലാ കാര്യവും അവർ ചെയ്യുകയാണ്. വസ്ത്രങ്ങൾ അവർക്ക് കൊടുക്കുക, പുതപ്പുൾപ്പെടെ. അതാണ് CPIMന്റെ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനം നടത്തി ഈ ക്യാമ്പുകളെല്ലാം ഇടപെടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്നു മുതലേ തുടങ്ങി 5-6 ദിവസമായി പാർട്ടി അതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. രാഷ്ട്രീയമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നോക്കേണ്ട കാര്യമില്ല. ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പടയാളികളായിട്ട് വന്നത് മത്സ്യത്തൊഴിലാളികളായിരുന്നല്ലോ, കൂട്ടുമായിട്ട്, നമ്മുടെ കൊച്ചിയുമായിട്ട്, ഈ അടുത്ത പ്രദേശങ്ങൾ ഉൾപ്പെടെ. അതെല്ലാം കണ്ട കേരളത്തിന് 70 ദിവസം പ്രായമുള്ള ഈ ഗവൺമെന്റ് എത്ര നിസ്സഹായമായ രീതിയിലാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്, ഗൗരവമില്ലായ്മ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.